നമസ്കാരം. ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിലവിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ എത്ര ദിവസമായി പ്രദർശനം ആരംഭിച്ചു എന്നും ഈ ദിവസങ്ങൾക്കുള്ളിൽ എത്ര രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ഷനായി നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ പ്രിയ പ്രേക്ഷകരുടെ ചെറിയൊരു അപേക്ഷയുണ്ട്. ചാനൽ കുറച്ചുപേരൊക്കെ കാണുന്നുണ്ട്, വലിയ സന്തോഷമുണ്ട്. എങ്കിൽ പോലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ വളരെ കുറവാണ്. 98% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്തുണ തരിക. നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം 41 ദിവസമായി കേരള ബോക്സ് ഓഫീസിൽ വിജയകരമായി പ്രദർശനം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 41 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 119,50,00,000 രൂപയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം നേടിയിട്ടുള്ളത്. ഇതിനോടകം ഇൻഡസ്ട്രി ഹിറ്റ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ലോക പുതിയ റെക്കോർഡിലേക്കായി കുതിക്കുകയാണ്. ഒരു പക്ഷേ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രം എന്ന ഖ്യാതി ഇപ്പോൾ നിലവിലുണ്ടെങ്കിലും ഒരു പക്ഷേ അത് 125 കോടി വരെ പോയേക്കാം എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. കേരള ബോക്സ് ഓഫീസിൽ 6 ദിവസങ്ങൾ പ്രദർശനം പൂർത്തിയാക്കിയ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രം കേവലം 6 ദിവസങ്ങൾ കൊണ്ട് 26.5 കോടി രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. തീർച്ചയായിട്ടും വലിയൊരു വിജയം ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. 11 ദിവസങ്ങൾ പൂർത്തിയാക്കിയ ബൾട്ടി എന്ന ഷെയ്ൻ നിഗത് ചിത്രം ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 8 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്നു. ലോകയുടെയും കാന്താരയുടെയും ഈ തരംഗത്തിനിടയിലും ബൾട്ടി എന്ന ചിത്രം അത്യാവശ്യം സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. 18 ദിവസങ്ങളായി കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം തുറന്നുകൊണ്ടിരിക്കുന്ന മിറാഷ് എന്ന ചിത്രം 18 ദിവസങ്ങൾ കൊണ്ട് നേടിയത് 6 കോടി രൂപയാണ്. വലിയ പ്രതീക്ഷയിൽ ആസിഫ് അലി, ജീത്തു ജോസഫ് കൂട്ടുകെട്ടിലൂടെ എത്തിയ ഈ ചിത്രം വലിയ രീതിയിലുള്ള പരാജയത്തെയാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെമോൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ എന്ന ജപ്പാൻ ആനിമ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം തുടങ്ങിയിട്ട് ഇന്നേക്ക് 26 ദിവസങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ 26 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം നേടിയത് 5.25 കോടി രൂപയാണ്. അനിമ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം കേരള ബോക്സ് ഓഫീസിന്റെ പൊട്ടൻഷ്യലിനെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ ഒരു പരാജയം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു സർപ്രൈസ് ഹിറ്റ് എന്ന് തന്നെ പറയാം. ഒരു അനിമ ചിത്രത്തിന് ഇത്ര വലിയൊരു ബുക്കിംഗ് ഉണ്ടാകുന്നത് ഒരു പക്ഷേ കേരള ബോക്സ് ഓഫീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഇഡ്ലിക്കട എന്ന ധനുഷ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 7 ദിവസങ്ങൾ പൂർത്തിയായിരിക്കുന്നു. 7 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം ഇതിനോടകം നേടിയത് 90 ലക്ഷം രൂപയാണ്. അത്ര വിചാരിച്ച വലിയ രീതിയിലൊരു വിജയം കേരള ബോക്സ് ഓഫീസിൽ ആയിട്ടില്ല. സാധാരണഗതിയിൽ ഒരു തമിഴ് ചിത്രം, അതുപോലെ മാത്രമല്ല ധനുഷ് പോലെ ഒരു സ്റ്റാർ മെറ്റീരിയൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത്ര കുറഞ്ഞൊരു ഓക്യുപ്പൻസി ചിത്രം കേരളത്തിൽ ഉണ്ടാക്കിയതെന്ന് മനസ്സിലാകുന്നില്ല. 7 ദിവസങ്ങൾ കൊണ്ട് ഈ ചിത്രം 90 കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നു. 11 ദിവസങ്ങൾ പൂർത്തിയാക്കിയ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ 48 ലക്ഷം രൂപ കളക്ഷൻ നേടിയിരിക്കുന്നു. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ ഡെമോൺ സ്ലെയർ എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കേരളത്തിൽ സ്ക്രീനിങ് കുറവാണ്. എന്നിട്ട് പോലും 12 ദിവസങ്ങൾക്കുള്ളിൽ നേടി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എന്തായാലും അത്യാവശ്യമൊക്കെ എൻഗേജ്മെന്റ് ആയിട്ട് ഇത്തരം ചിത്രങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു എന്നറിയിൽ വലിയ സന്തോഷമുണ്ട്. എന്തായാലും നിലവിലെ അവസ്ഥയിൽ കേരള ബോക്സ് ഓഫീസിൽ മിന്നിത്തിളങ്ങുന്നത് കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രം തന്നെയാണ്. കൂടാതെ അല്പം മങ്ങൽ പറ്റിയെങ്കിലും 40-ാം ദിവസവും ഏകദേശം 30 കോടി, 35 കോടി അല്ലെങ്കിൽ 40 കോടി കളക്ഷനോടെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം ഇപ്പോഴും പുതിയ റിലീസുകളോട് പോലും മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. ഈ പറയപ്പെട്ടവരിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ചിത്രങ്ങൾ ഏതാണെന്നും അതിൻ്റെ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഒരിക്കൽ കൂടി വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഉടൻ തന്നെ അടുത്ത വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.